ഇവിടെ ഈ രൂപീകരണം നടക്കുന്നതിന്റെ മുഴുവൻ ക്രെഡിറ്റും ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പറും എഡ്രാക് ശ്രീമൂലം മേഖല വൈസ് പ്രസിഡന്റായുള്ള ശ്രീമതി ജാരിയ കബീറിനാണ്. കാരണം ജാരിയ ആണ് പറഞ്ഞത് ഇവിടെ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അതിന് മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത്. നമ്മൾ ഈ അങ്ങനെ യോഗം വിളിച്ചിട്ടുള്ളത് നമ്മൾ ഈ വാർഡിൽ ഒട്ടുമിക്ക ഭാഗങ്ങളിൽ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുക എന്നുള്ളത്. പഞ്ചായത്തിലെ മുഴുവൻ മേഖലകളിലും റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുക എന്നുള്ള പുതിയൊരു രീതി അവലംബിച്ച് വന്നിട്ടുണ്ട്. കാരണം ഇതിന് റെസിഡൻസ് അസോസിയേഷനുകൾക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി സർക്കാർ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ വാർഡുകളിലും റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കേണ്ട വളരെ അത്യാവശ്യമായ ഘടകമായി മാറിയിരിക്കുന്നു. ആ അവസരത്തിലാണ് നമ്മളിത് വിളിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യം നമുക്കൊരു മൗന പ്രാർത്ഥനയാണ്, ഈശ്വര പ്രാർത്ഥന നേരിടുക. അപ്പോൾ എല്ലാവരും 1 മിനിറ്റ് എഴുന്നേറ്റ്. അപ്പോൾ എല്ലാവരും പ്രിയപ്പെട്ടവരെ നമസ്കാരം. റെസിഡൻസ് എന്തിനെ രൂപീകരിക്കുന്നു എന്നുള്ളത് ചെറിയൊരു രീതിയിൽ നമ്മുടെ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഉബൈദുള്ള പറഞ്ഞു. പഞ്ചായത്തിൽ എല്ലാ ഏരിയയിലും എല്ലാ പ്രദേശങ്ങളിലും റെസിഡൻസുകൾ വേണം എന്നുള്ള ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ വാർഡിൽ 2016 ടോപ്പ് റെസിഡൻസ് നമ്മുടെ വാർഡിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട് ഒരു റെസിഡൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ അങ്ങനെ റെസിഡൻസുകളൊന്നും ഉണ്ടായില്ലായിരുന്നു. നമ്മളിപ്പോൾ വാർഡിൻ്റെ ഒരു മെമ്പർ എന്ന നിലയ്ക്കും എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു റെസിഡൻസ് രൂപീകരിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഏരിയയിൽ ഒരു ഭാഗം കല്ലംകുടി ഭാഗം മുതൽ ഇങ്ങോട്ട് ഒരെണ്ണം രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നോടെ 2 മാസങ്ങൾക്കൊക്കെ മുമ്പ് ഞാൻ ഷിബുവിൻ്റെ അടുത്തും കുറേ പേരോടൊക്കെ മുമ്പ് രൂപീകരിക്കാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെ വേറെ പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെ നമുക്ക് അതിന് സാധിച്ചില്ലായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ നമ്മുടെ മേഖലാ കമ്മിറ്റിയും ഇടപെട്ടിട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഇനി ബാക്കിയുള്ള ഭാഗത്തുള്ള എല്ലാവരെയും കൂട്ടി ഒരു 54ഓളം കുടുംബങ്ങളുണ്ടാവും നിങ്ങളുടെ ഈ റെസിഡൻസിൽ. അപ്പോൾ നമ്മളൊരു റെസിഡൻസും കൂടി ഇന്ന് രൂപീകരിക്കുകയാണ്. അപ്പോൾ ഈ റെസിഡൻസിൻ്റെ യോഗത്തിലേക്ക് എത്തിയ പ്രസിഡന്റ് വരില്ലേ? നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് VH ഉബൈദുള്ള അവരുടെ ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ എഡ്രാക്കിൻ്റെ ജില്ലാ സെക്രട്ടറി ആയ P മനോഹരൻ അവർകളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പഞ്ചായത്തിൻ്റെ ബഹുമാന്യനായ പ്രസിഡന്റ് VM ഷംസുദ്ദീൻ അവർകളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എഡ്രാക്കിൻ്റെ മേഖലാ സെക്രട്ടറി PS വിനയനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ മേഖലാ കമ്മിറ്റി അംഗങ്ങളായ സതീശൻ ചേട്ടൻ, ലക്ഷ്മിക്കുട്ടി അവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും സ്നേഹത്തോടു കൂടി നമ്മുടെ കുടുംബാംഗങ്ങളെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ പറയാനുള്ളത് 2016 റെസിഡൻസുകൾ രൂപീകരിച്ചെങ്കിലും നമുക്കിപ്പോൾ നമ്മുടെ വാർഡിൽ എല്ലാ ഏരിയയിലും റെസിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ റെസിഡൻസിൻ്റെ ഉദ്ദേശങ്ങളും അതിൻ്റെ എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ റെസിഡൻസ് രൂപീകരിച്ച് കഴിഞ്ഞിട്ട് അതൊരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇതിന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഇതിലേക്ക് 100% നമ്മുടെ ആ പ്രദേശത്തെ ഉന്നതിക്കും ആളുകളുടെ ആ ഏരിയയിലെ വികസനത്തിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ റെസിഡൻസുകൾ രൂപീകരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കമ്മിറ്റി ഫോം ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസിഡന്റിനെ കൂടി ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒന്നും കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും റെസിഡൻസ് അസോസിയേഷനെ കുറിച്ച് നമ്മളുടെ ഈ ശ്രീമൂലപുരം പഞ്ചായത്തിൽ ഇത് 27ാമത്തെ റെസിഡൻസ് അസോസിയേഷനാണ്. എറണാകുളം ജില്ലയിൽ എഡ്രാക്കിൻ്റെ കീഴിൽ ഏതാണ്ട് 1700-ലധികം റെസിഡൻസ് അസോസിയേഷൻ ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ 27ാമത്തെയാണ് എഡ്രാക്കിൽ ഉള്ള 77ാം റെസിഡൻസ് അസോസിയേഷൻ. ഇപ്പോൾ നമ്മളിപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ മറ്റേത് സംഘടനയും രൂപം കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും. ഇത് എന്താണ് ഇതിൻ്റെ ഗുണം, അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനുകൾ എന്താണ് ഗുണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ ഒരു ഉത്തരം പറയാൻ സാധിക്കില്ല. അതെല്ലാം നമ്മുടെ അനുഭവങ്ങളും നമ്മുടെ പ്രവൃത്തികളുമാണ്. സമൂഹത്തിന് വേണ്ടിയുള്ള നന്മകളാണ് ഏറ്റവും കൂടുതൽ ചെയ്യുക. മൊത്തം സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഉൾപ്പെടുന്ന വ്യക്തികളെല്ലാം ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ സമൂഹം അതിനുവേണ്ടി നന്മകൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, സമൂഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷനുടെ രൂപീകൃതമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ 20 വർഷങ്ങളിലധികമായി. എന്നിരുന്നാൽ പോലും നമ്മളുടെ ഈ ഭാഗങ്ങളിലേക്കെല്ലാം ഇപ്പോഴാണ് എത്തിപ്പെട്ടത്. അപ്പോൾ ഞങ്ങളുടെ ഈ എഡ്രാക്ക് മേഖലാ കമ്മിറ്റി അധികാരത്തിൽ വന്ന ശേഷമാണ് ഞങ്ങളെ ഈ പഞ്ചായത്തിൻ്റെ ഒട്ടുമിക്ക വാർഡുകളിലും അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. ഈ അസോസിയേഷൻ രൂപീകരിക്കുന്നത് കൊണ്ട് നമ്മളുടെ എല്ലാ ആളുകൾക്കും അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് വാർഡ് മെമ്പർ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ മിക്ക കാര്യങ്ങളും ഒരു പക്ഷേ വാർഡ് മെമ്പർ അറിയണമെന്നില്ല. എന്നാൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകൃതമായി അതുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അവിടെ ചർച്ച ചെയ്യാനും നമ്മുടെ കാര്യങ്ങൾ എത്രയും വേഗം പരിഹാരം കാണാൻ സാധിക്കും. അത് പഞ്ചായത്തിൽ ഇപ്പോൾ നമ്മുടെ ഷംസുക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും.
ഷംസുക്കാർക്ക് വളരെയധികം ഉപകാരമുള്ള സംഭവമാണ് റെസിഡൻസ് അസോസിയേഷൻ. കൂടുതൽ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. പല കാര്യങ്ങളും അങ്ങോട്ട് എത്തപ്പെടാറില്ല, എത്തേണ്ട കാര്യമില്ല, അതിനു മുമ്പേ പരിഹരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ആ ഒറ്റ കാരണമാണ് റെസിഡൻസ് അസോസിയേഷൻ എന്തിന് എന്നുള്ള ഉത്തരം അതാണ്. അല്ല നമ്മൾ ഒറ്റ വാക്കിൽ റെസിഡൻസ് അസോസിയേഷൻ ഉത്തരം നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ കൂടി എല്ലാവർക്കും എല്ലാ കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരണം ഉദ്ഘാടനത്തിനായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VM ഷംസു അതുപോലെ ഹാർദവമായി ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന എഡ്രാക്കിൻ്റെ മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉബൈദ്, സെക്രട്ടറി വിനയൻ, നമ്മളുടെ എഡ്രാക്കിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി മനോഹരൻ, നമ്മളുടെ വാർഡ് അംഗം ജാരിയ കബീർ, സുധീഷ്, ലക്ഷ്മി, കൂടിയിരിക്കുന്ന നമ്മളുടെ നാട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കളെ, നമസ്കാരത്തിൻ്റെ ടൈമായതുകൊണ്ട് കുറച്ച് ആളുകൾ കുറവുണ്ട് എനിക്ക് തോന്നണം. പറഞ്ഞിരുന്ന സമയം 3 മണിയാണ് അല്ലേ? 3:30 3 മണി. എന്തായാലും നമുക്ക് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച്, ഞാൻ വിശദീകരിക്കുന്നില്ല, ഇവർ വിശദീകരിച്ചോളും. എന്നാലും ഉദ്ഘാടനത്തിന് മുമ്പേ എന്തെങ്കിലും 2 വാക്ക് പറയണമല്ലോ. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഏരിയയിൽ ഇപ്പോൾ ഇത് 27ാമത്തെ റെസിഡൻസാണ്. അങ്ങനെ ഈ റെസിഡൻസ് അസോസിയേഷൻസ് മിക്കവാറും എല്ലാ വാർഡുകളിലും, ഏതാണ്ട് എല്ലാ ഏരിയകളിലും ഇപ്പോൾ അങ്ങനെ ആയി വരാണ്. 1-ാം വാർഡിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ തീർന്നു. അപ്പോൾ മിക്കവാറും ഏരിയകൾ കവർ ചെയ്തിട്ടുണ്ട്. 16-ാം വാർഡിൽ ഈ പറഞ്ഞതുപോലെ കുറയാറ് അവർ കുറച്ച് ഏരിയ ഒഴിച്ച് ബാക്കിയൊക്കെ കവർ ചെയ്തു. 2-ാം വാർഡിൽ മിക്കവാറും കവർ ചെയ്ത് കഴിഞ്ഞു. 3-ാം വാർഡിൽ ഇനി ഏതാനും ഏരിയ. അങ്ങനെ നോക്കിയാൽ 16 വാർഡുകളിൽ 10, 11, 12 വാർഡുകൾ മാത്രമാണ് അധികം ആ ഒരു രീതിയിലേക്ക് നീങ്ങാതെ വന്നിരിക്കുന്നത് അല്ലേ? ഇനിയിപ്പോൾ അതും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രൂപീകരണം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ റെസിഡൻസ് അസോസിയേഷനും രൂപീകരിക്കുമ്പോൾ പഞ്ചായത്ത് തലത്തിൽ നിന്നിട്ട് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ നമ്മൾക്കത് വലിയ സന്തോഷമുള്ളൊരു സംഗതിയാണ്. കാരണം മിക്കവാറും പഞ്ചായത്തിൽ വരുന്ന പരാതികളിൽ ഏറെയും ഈ പറയുന്ന 16 വാർഡുകളിലും നീണ്ടു നിവർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ഓരോ വാർഡിലെയും പരാതികളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ വാർഡ് മെമ്പറുമായിട്ട് ചർച്ച ചെയ്ത് അത് പഞ്ചായത്തിലെത്തി, പഞ്ചായത്തിൽ നിന്നും പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ ലോക്കലിലുള്ള ആളുകളായിട്ട് തന്നെ സംസാരിച്ച് സെറ്റിൽമെൻറ്റിലേക്ക് എത്തുന്ന അവസ്ഥ. മറ്റ് സഹായ സഹകരണങ്ങളാണെങ്കിൽ അതും എല്ലാം അത് തന്നെയാണ് അതിൻ്റെ ഒരു രീതി. വാർഡ് മെമ്പർമാരെ സംബന്ധിച്ച് ഇത് എല്ലായിടത്തും ഓടിയെത്തി ഒരു പക്ഷേ ഇത് കവർ ചെയ്ത് പോകാനായിട്ട് സാധിക്കണമെന്നില്ല. അപ്പോൾ റെസിഡൻസ് ഉള്ളപ്പോൾ നമുക്കുള്ളൊരു ഗുണം, ഇന്നിപ്പോൾ പഞ്ചായത്തിൻ്റെ അധീനതയിൽ ഉള്ള പല വകുപ്പുകളും NREG അല്ലെങ്കിൽ കുടുംബശ്രീ ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാം. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ ഒരു ക്ലീനിങ് പ്രോഗ്രാം തന്നെ, കാട് വെട്ട് അല്ലെങ്കിൽ പുല്ലുവെട്ട്, ചെത്ത്, ഇതൊക്കെ ഒരു വാർഡിൽ നടത്തണമെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ എല്ലാ വർഷവും നമ്മൾ ആ മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും എല്ലാം കൂടി ഒരു സഹകരണ മനോഭാവത്തോടു കൂടി തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ചിട്ട് അതിൻ്റെ ആ ക്ലീനിങ് പരിപാടികളൊക്കെ നടത്തി വരുമായിരുന്നു. നമ്മളിപ്പോൾ ഇന്നലത്തെ പത്രം നോക്കിയാൽ അറിയാം, 1,30,000-ഓളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കേരളത്തിൽ ഈ വർഷം കുറവുള്ളത്. കാരണം ആ മേഖലയിൽ നിന്ന് പലരും മാറാണ്. മറ്റൊന്നുമല്ല, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ റൂൾസ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പഞ്ചായത്തിനും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും എല്ലാം ഉണ്ട്. ഏതെങ്കിലും ഒരു പറമ്പിൽ എന്തെങ്കിലും ഒരു തൊഴിൽ എടുക്കുമ്പോൾ ഒരൊറ്റ ഇടിവെട്ടിന് 5ഉം 10ഉം ബൾബുകളാണ് പോകുന്നത്. കാരണം ലൈനിലേക്ക് അമിതമായിട്ട് വോൾട്ടേജ് വന്നു കഴിയുമ്പോൾ ഈ സാധനം എല്ലാം അടിച്ചു പോകും. അപ്പോൾ അത് പിന്നെ ഇവർ വരാൻ വേണ്ടി ഇരിക്കാൻ പറ്റുമോ? ചില വാർഡുകളിൽ മെമ്പേഴ്സിന് വഴി കൂടി നടക്കാൻ പോലും പറ്റില്ല. അതേപോലെ ആളുകൾ നിർബന്ധമായിട്ട് വെളിച്ചമില്ല, പ്രശ്നമാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക?
അവർ ഒന്നല്ലെങ്കിൽ കയ്യിൽ നിന്ന് കാശിട്ടിട്ട് അത് വാങ്ങി പുറമേ നിന്ന് ഒരാളെ വിളിച്ച് 150 രൂപയാണ് ഒരു പോസ്റ്റിൽ കയറണമെങ്കിൽ. ഇതൊക്കെ ചെയ്തവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ പറയാനല്ല ഞാൻ വന്നേക്കണത്. പക്ഷേ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങളും ഈ റെസിഡൻസിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്തും ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾക്കും ഇന്നിപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷൻസ് വന്നതുകൊണ്ട് അവർ മുൻകൈയെടുത്ത് പല പല പ്രവർത്തനങ്ങളും നടത്തണം. മെഡിക്കൽ ക്യാമ്പുകൾ തന്നെ മിക്കവാറും അസോസിയേഷൻസ് രൂപീകൃതമായിട്ടുള്ള എല്ലാ വാർഡുകളിലും അല്ലെങ്കിൽ ആ അസോസിയേഷൻസ് രൂപീകരിച്ചിരിക്കുന്ന ആ ഏരിയ 50 വീട് അല്ലെങ്കിൽ 100 വീട് അല്ലെങ്കിൽ 120 വീട് വരെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഏരിയയിലുള്ള ആളുകൾക്ക് രാവിലെ 7 മണി മുതൽ ഈ പറയുന്നത് പോലെ നമുക്കറിയാലോ, ജീവിതശൈലി രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്ന് ജനം വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. നമ്മളുടെ ആയുഷ്ദൈർഘ്യമൊക്കെ വളരെ കൂടിയിട്ടുണ്ട്, മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സാധാരണ വരുന്ന അസുഖങ്ങൾക്ക് ഒരു കുറവുമില്ലാതെ കൂടിയേക്കാണ്. മറ്റൊന്ന്, ഇങ്ങനെ വരുന്ന അസുഖങ്ങളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാനും കാര്യങ്ങൾക്കുമൊക്കെ ഇഷ്ടംപോലെ സജ്ജീകരണങ്ങൾ ഇന്ന് നമ്മളുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം നല്ലൊരു തുക നമ്മൾ ചെലവഴിക്കണം. അപ്പോൾ ആ പൈസ നമുക്ക് എവിടെ നിന്നുണ്ടാക്കും? പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷെ സാമ്പത്തികം ഉണ്ടാകും, പക്ഷെ അവർക്കിത് പോയി ചെയ്യാനും ഒരു പക്ഷേ അവരെ കൊണ്ടുപോയി ലാബിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യിപ്പിക്കാനും കാര്യങ്ങൾക്കൊക്കെ ആളുണ്ടാവില്ല. ഇന്ന് ആ പ്രശ്നങ്ങൾക്കും എല്ലാം ഒരു പരിഹാരം പോലെയാണ് ഇപ്പോൾ ഈ റെസിഡൻസ് അസോസിയേഷൻസിന്റെ രൂപീകരണം. കാരണം നമ്മളിപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരിൽ പെട്ട ആളുകൾ തന്നെയാണെങ്കിലും ഇന്ന് പല രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സംഘടനകളും പഴയതുപോലെ ഇത്തരം കേസുകൾ ഏറ്റെടുത്ത് നടത്താൻ രംഗത്ത് വരുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്നുമല്ല, ഈ പറയുന്ന അസോസിയേഷൻസിന്റെ രൂപീകരണം വന്നപ്പോൾ അത് ആ റെസിഡൻസ് അസോസിയേഷൻസ് ഏറ്റെടുത്ത് അങ്ങ് ചെയ്യാം. മിക്കവാറും എനിക്ക് തോന്നുന്ന എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഇവര് തന്നെ ഇപ്പോ മിക്കവാറും അവിടെ ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടോട്ടിയിൽ തന്നെ ഇപ്പൊ 2 അല്ലേ കഴിഞ്ഞു. തുമ്പാക്കടവിൽ വരുന്ന ആഴ്ചയിൽ ഞായറാഴ്ച വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എടനാട് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ ശ്രീമൂലനഗരത്ത് ഉണ്ടായിരുന്നു, 2 സ്ഥലത്തുണ്ടായിരുന്നു. ഇന്നലെ ഒരെണ്ണം തണൽ പാലിയേറ്റീവിന്റെ വകയായിട്ട് അത് അങ്ങനെ വേറൊരു പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഈ പറയുന്ന മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഐ ടെസ്റ്റിംഗ് ക്യാമ്പ്, ബ്ലഡ് ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ക്യാമ്പ്, അങ്ങനെ എന്തെല്ലാം. അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മസ്റ്ററിങ് വന്നു. ഇനി അതുമല്ലെങ്കിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും സർവീസുകൾ കൊടുക്കണം. നമുക്ക് ഈ ഏരിയയിൽ ഇപ്പം 50 വീടുകൾ ഉള്ള ഒരു റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിൽ അതിൻ്റെ ഭാരവാഹികൾ എടുക്കുന്ന തീരുമാനം അനുസരിച്ച് നമുക്ക് 50 വീട് മാത്രം കേന്ദ്രീകരിച്ചാൽ മതി. ഒരു വാർഡ് മൊത്തം വേണ്ട, ഒരു പ്രദേശം മൊത്തം വേണ്ട. ഈ 50 വീടുകളിൽ ഉള്ള ആളുകളെ കുറിച്ച് മിക്കവാറും ഈ അസോസിയേഷന്റെ പ്രവർത്തകർക്ക് നല്ലതുപോലെ അറിയാവുന്ന ആളുകളായിരിക്കും. മറ്റൊന്ന്, ആ വീടുകളിൽ മറ്റു രീതിയിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ സാമ്പത്തിക ഇഷ്യൂസ് ആകാം, അതല്ലെങ്കിൽ ആളുകൾ തമ്മിലുള്ള ചെറിയ സ്വരച്ചേർച്ചയില്ലായ്മ, അയൽവക്കക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഇതിനെല്ലാം ഈ പറയുന്ന രീതിയിൽ റെസിഡൻസ് അസോസിയേഷൻസ് ഇപ്പം മിക്കവാറും എല്ലാ ഏരിയയിലും എൻ്റെ അടുത്തപ്പോൾ ഏതെങ്കിലും കേസുകളുമായിട്ട് ആരെങ്കിലും വന്നാൽ എൻ്റെ വാർഡിൽ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു പക്ഷേ അറിയായിരിക്കും. അപ്പോൾ അവർ എന്നോട് സംസാരിച്ച് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എന്തായാലും അവരുമായിട്ടൊന്ന് സംസാരിക്കാം, വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ റെസിഡൻസ് അസോസിയേഷനോട് പറഞ്ഞിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ഡീൽ ചെയ്യട്ടെ, അതുമേ അങ്ങോട്ട് തീർന്നു പോകുമെങ്കിൽ അതാണ് നമുക്ക് നല്ലത്. കാരണം പഞ്ചായത്തിന്റെ രീതിയിലേക്ക് എന്ന് പറയുമ്പോൾ ഇവർ 2 കൂട്ടരെയും നമ്മൾ വിളിച്ച് പിന്നെ അതിന് അവർ ആരെങ്കിലും സമ്മതിക്കാതിരുന്ന് അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ മറ്റു നടപടി അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. ഇതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഇപ്പൊ 2 വാദിയും പ്രതി ഉണ്ടാകുമല്ലോ. ഈ പ്രതിക്കൊരു തോന്നലുണ്ടാകും, വാദി പഞ്ചായത്തിൽ പോകുമ്പോൾ അവനത് എന്നോടോ അല്ലെങ്കിൽ വേറെ ആരോടോ പറഞ്ഞില്ല, നേരെ പഞ്ചായത്തിൽ പോയേക്കണം തീർക്കാൻ. എന്നാൽ പിന്നെ ഒന്ന് തീർക്കട്ടെ, അത് തീരോ? പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്തിലെ മുഴുവൻ അവരുടെയൊക്കെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. ഉച്ചയ്ക്കും അതേപോലെ ആ സെയിം സ്പോട്ടിൽ നിന്നുകൊണ്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അന്നത്തെ ദിവസം നടന്നിരിക്കുന്ന പണികൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം.
നേരത്തെ ഒക്കെ നമ്മൾ ഏതെങ്കിലും പറമ്പുകളിലൊക്കെ പണിയുണ്ടെങ്കിൽ ഒരു 10 ദിവസത്തെ പണിയുണ്ടെങ്കിൽ നമ്മളൊരു 12 ദിവസം എന്നാക്കും. എന്നിട്ടൊരു 2 ദിവസം എന്ത് ചെയ്യും, ഇതുപോലെയുള്ള ക്ലീനിങ്ങിലേക്ക് മാറ്റും. അത് ചിലപ്പോൾ തോടുകളാകാം, റോഡുകളാകാം, കാട് വെട്ടാകാം, അങ്ങനെ പല രീതിയിലായിരുന്നു. ഇന്നിപ്പോൾ ഈ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വന്നപ്പോൾ നമുക്ക് ഈ പറയുന്ന സംഗതികളൊന്നും നടക്കാതെ വന്നു. പക്ഷേ ഞാനിപ്പോൾ ഈ 16 വാർഡുകളിലും എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഒരു പരിധിവരെ മിക്കവാറും വാർഡുകളിൽ ഈ വർഷം ഈ പുല്ലുവെട്ടിൻ്റെയോ അതല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം നമ്മളിപ്പോൾ ഈ സീപോർട്ട് എയർപോർട്ട് കൂടി ഒക്കെ യാത്ര ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഇപ്പം ഉബൈദൊക്കെ ഉൾപ്പെടെ അവിടെ മെമ്പറായിട്ടുള്ള എൻ്റെ വാർഡ് തന്നെ നമ്മളുടെ കൊണ്ടോട്ടി മുതൽ അങ്ങനെ ആ സീപോർട്ട് എയർപോർട്ട് വരെ നീണ്ട് കിടക്കുന്ന അനുഗ്രഹം അല്ലേ, സൗഹൃദ. അതിൻ്റെ അപ്പുറത്ത് CTR നമ്മളുടെ ചൊവ്വര തുമ്പാക്കടവ് റെസിഡൻസ്, പിന്നെ അങ്ങനെ ഇപ്പോൾ കടത്തുകടവിലും ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ 2-3 റെസിഡൻസ് അസോസിയേഷൻസ് വന്നപ്പോൾ നമ്മളുടെ വാർഡ് 16-ാം വാർഡ് പൂർണ്ണമായിട്ടും അതിൻ്റെ പ്രവർത്തകരുടെ കീഴിലായി. അങ്ങനെ വന്നപ്പോൾ അങ്ങനെയുള്ള വാർഡുകളിലുള്ള മെമ്പർമാർക്ക് എന്നെ പോലെയുള്ളവർക്ക് അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഏതാണ്ട് ചൊവ്വര മുതൽ ഇങ്ങോട്ടുള്ള പുല്ലുചത്ത് കാര്യങ്ങളെല്ലാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ട്. നല്ല പൈസ ചെലവുണ്ട് കേട്ടോ. അവര് കുറെ ആളുകൾ അതിന് ഒരു സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ആ ഒരു മനോഭാവത്തോട് കൂടിയിട്ട് വന്ന് പ്രവർത്തിക്കുകയാണ്. ഏതാനും തൊഴിലാളികളെയും കൂടെ കൂട്ടി അവർക്ക് അതിന് വേണ്ടുന്ന പൈസ കൊടുത്ത് കഴിഞ്ഞ ദിവസം മണിക്കൂറിന് 350 രൂപ പ്രകാരം ഒരാളെ നിർത്തി ആ 2 സൈഡിലെയും കംപ്ലീറ്റ് കാടുകളും വെട്ടിത്തെളിച്ചു. അപ്പം അങ്ങനെ ഒരു റെസിഡൻസ് അസോസിയേഷൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആ ക്രിയ അവിടെ നടത്താൻ പറ്റിയത്. നേരത്തെ നമ്മൾ ഓരോ വാർഡിലേക്കും ഈ പറയുന്ന നേരത്തെ 10,000 രൂപയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് NHM-ഉം പഞ്ചായത്തും ഒക്കെ കൂടി എടുത്ത് അവിടുത്തെ ക്ലീനിങ്, ആരോഗ്യ ശുചീകരണ പ്രവർത്തനങ്ങൾ, മറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കെല്ലാം ഇന്നിപ്പോൾ അത് 25,000 രൂപ ആക്കിയിട്ടുണ്ട്. അപ്പം അത് ഓരോ വീടുകളിലും കയറി ഇറങ്ങി ആശാ വർക്കർമാരോ അല്ലെങ്കിൽ കുടുംബശ്രീ പ്രവർത്തകരോ ഒക്കെ ചെയ്യുന്ന ഈ വർക്കുകൾക്ക് അവർക്കും നമ്മൾ പൈസ കൊടുക്കണം. ഈ സാധനങ്ങളെല്ലാം വാങ്ങണം. പിന്നെ കൊതുക് നശീകരണത്തിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വാങ്ങണമെങ്കിൽ അത്. നേരത്തെ ഈ പറയുന്ന പുല്ലുവെട്ട് ചെയ്തിരുന്നത് ഈ പറയുന്ന പല പ്രോഗ്രാമുകളും നമ്മൾ പതിയെ മാറ്റിവെച്ചിട്ട് ആ പൈസ ഇതിലേക്ക് മറിക്കും. എന്നാലും കുറേ പൈസ കയ്യിൽ നിന്ന് പോകും. കഴിഞ്ഞതിന് മുൻപത്തെ വർഷം 22,000 രൂപയാണ് എനിക്ക് എൻ്റെ വാർഡിൽ വന്നത്. നമ്മുടെ അയ്മുക്കാടത്ത് ചോദിച്ചറിയാം. ഞാൻ അയ്മുക്കാനെ നിർത്തിയിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത്. 22,000 രൂപയോളം വന്നതിൽ 16,000 രൂപയും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അപ്പം ഇത് എല്ലാ മെമ്പർമാരെയും കണ്ടു നടക്കൂല. അപ്പം ഇത് മറ്റ് അത്യാവശ്യം എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്ന മറ്റ് മെമ്പർമാരെ സംബന്ധിച്ചും അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം പഞ്ചായത്തിൻ്റെ ഇതര പ്രദേശങ്ങളിൽ ഒന്നും ഇത് ചെയ്യാതെ നമ്മൾ മാത്രം ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഇപ്പോഴാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന ഒരു പ്രവർത്തനവും എനിക്ക് ചെയ്യാൻ പറ്റൂല. കാരണം മറ്റ് 15 മെമ്പേഴ്സിനോട് ഞാൻ സമാധാനം പറയേണ്ടി വരും. അങ്ങേയറ്റം ഇപ്പോൾ നമ്മൾ ഈ പോസ്റ്റിൽ ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ് പോയാൽ ഇതേപോലെ തന്നെ ചിലപ്പോൾ 3-4 മാസം എത്തിയിട്ടായിരിക്കും ഇല്ല എങ്കിൽ പിന്നെന്താ മാർഗം? അവരെ ഇരു കൂട്ടരെയും നമ്മൾ വിളിച്ചൊന്ന് സംസാരിച്ച് സെറ്റിൽമെന്റ്, അദാലത്ത്. ഈ അദാലത്താണ് ഈ പറയുന്ന ഒരു പ്രക്രിയയിലേക്ക് പോകാതെ തന്നെ നമ്മളുടെ ഓരോ ഏരിയകളിലും ഈ പറയുന്ന റെസിഡൻസ് അസോസിയേഷൻസ് നിർവഹിച്ചു വരുന്നത്. അങ്ങേയറ്റം ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ നിന്നും കൊടുക്കുന്ന പല സേവനങ്ങളും, അതേപോലെ പഞ്ചായത്ത് ഫണ്ട് വെച്ച് ചെയ്യുന്ന പല പദ്ധതികളും, ഇതെല്ലാം നടപ്പിൽ വരുത്തുന്നതിന്, ഇനി അതുമല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലുണ്ടാകുന്ന എന്തെങ്കിലും ഇഷ്യൂസ്, ഒരു പ്രളയം വന്നു, അതല്ലെങ്കിൽ മാറാരോഗങ്ങൾ വന്നു, ഇതിനെല്ലാം നമ്മൾ പൊതുസമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ ഇതിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്. ഗവൺമെന്റ് പറയുന്ന ആ നിർദ്ദേശത്തിൽ ഇന്ന് ഈ റെസിഡൻസ് അസോസിയേഷനും ഓൾറെഡി ഭാഗവാക്കാണ്. അപ്പോൾ ആ റെസിഡൻസ് അസോസിയേഷനെ ഈ പറയുന്ന എല്ലാ മീറ്റിങ്ങുകളിലും നമ്മൾ വിളിക്കും. അപ്പോൾ
ഇപ്പം ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവുമുണ്ട്, അതിന് മുൻപത്തെ വർഷവും പച്ചക്കറി തൈകൾ ഉൾപ്പെടെയുള്ള സംഗതികൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെതും എല്ലാം റെസിഡൻസ് അസോസിയേഷൻസ് വഴി വാർഡുകളിലേക്കല്ല, അത് വാർഡ് എന്നുള്ള നിലയ്ക്കല്ല. അപ്പൊ ആ ഓരോ റെസിഡൻസ് അസോസിയേഷനും ഏറ്റെടുക്കുന്നത് അവരുടെ കീഴിൽ എത്രത്തോളം ഭവനങ്ങളുണ്ട് അത്രയും വീട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർക്ക് ഈ തരം സർവീസ് സേവനങ്ങളെല്ലാം കൊടുക്കുവാനും ഒക്കെ അവർ രംഗത്തുണ്ടാകും. പിന്നെ വീണ്ടും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇവിടെ എങ്ങും തീരൂല. കാരണം ഇപ്പോൾ കുറേ പേര് നമസ്കരിക്കാൻ പോകാനിരിപ്പുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് പറഞ്ഞു പോകണില്ല, മഴയും വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സാഹചര്യം നോക്കി മുന്നോട്ട് പോകണമല്ലോ. ഇനി ഇവിടെ സംസാരിക്കാൻ നിങ്ങളും സംസാരിച്ചിട്ടില്ലല്ലോ അല്ലേ, സംസാരിക്കാൻ ആളുകളും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് പ്രവർത്തന പരിപാടികളും ഭാരവാഹികളെ തിരഞ്ഞെടുക്കൽ അങ്ങനെ ഒത്തിരി നീണ്ടു നിൽക്കുന്ന പ്രക്രിയ. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിച്ചിനി നീട്ടുന്നില്ല. എന്തായാലും നമ്മളുടെ ഈ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടി ബുദ്ധിമുട്ടിയിട്ടുള്ള എല്ലാ ആളുകൾക്കും സകലവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്, നന്ദിയും അർപ്പിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ മറ്റ് പ്രദേശങ്ങളിലും ഞാൻ എപ്പോഴും ഇവരൊക്കെ നിർബന്ധിക്കുന്ന സംഗതിയാണ്, എവിടെയൊക്കെയാണ് നമ്മളുടെ അസോസിയേഷൻസ് രൂപീകരിക്കാത്തത് അവിടെയെല്ലാം നമ്മൾ രൂപീകരിക്കാനുള്ളൊരു മാർഗം കണ്ടെത്തി അതിനുള്ള വഴികൾ ഉണ്ടാക്കണമെന്ന് ഞാൻ എപ്പോഴും പറയും. ആ പറയുന്നതിൻ്റെ മുഖ്യ കാരണങ്ങൾ ഇതാണ്. പഞ്ചായത്തിന് നല്ലതുപോലെ ഒരു തലവേദന കുറയും എന്നുള്ളതാണ്. അപ്പം അത് കുറയുമെന്ന് ഉള്ള ഒരു സംഗതി കൊണ്ട് നമുക്ക് നേട്ടമുണ്ട് എന്നുള്ളതല്ല കേട്ടോ. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളുടെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതിനേക്കാളെല്ലാം ഉപരി മറ്റൊരു സംഗതി കൂടി ഉണ്ട്. അതിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാടുണ്ട്. കാരണം നമ്മൾ വർഷാവർഷം ഇപ്പം ഇവിടെ രൂപീകൃതമായിട്ടുള്ള പല അസോസിയേഷൻ്റെ കീഴിലും ഓണാഘോഷ പരിപാടികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ആ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വാർഷിക പരിപാടികൾ, കഴിഞ്ഞ ദിവസം എടനാട് നടന്നു കുടുംബ സംഗമം. അപ്പോൾ അവിടെ നടന്നപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങളെ വിളിച്ച് അവിടെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വേറെ ഉണ്ടായി. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികൾ വരുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഒരു കുറച്ച് മുൻപ് വരെ വർഗീയമായിട്ടുള്ള ചിന്താഗതികളിലേക്ക് പോകുന്ന ഒരു പ്രവണത പ്രത്യേകിച്ച് നമ്മളുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ അല്പം കൂടുതലാർന്നു. ഇന്നിപ്പോൾ ഈ പറയുന്ന റെസിഡൻസിൻ്റെയൊക്കെ രൂപീകരണത്തോട് കൂടി അത് ഒരല്പം മയം വന്നിട്ടുണ്ട്. കാരണം ഒരു കൂട്ടായ്മ നമ്മൾ എവിടെ ചെല്ലുമ്പോഴും കാണാണ്. ഇതിൽ ജാതിയോ മതമോ ഒന്നും പ്രശ്നമല്ല. ജാതി മത ഭേദമന്യേ എല്ലാ ആളുകളും പങ്കെടുക്കുന്ന പരിപാടികളാണ് എല്ലായിടത്തും നടക്കുന്നത്. അത് ഒരു ദിവസത്തെ പരിപാടി, 2 ദിവസത്തെ ഫുൾ ഡേ പ്രോഗ്രാം ഇങ്ങനെയൊക്കെ നടത്തുന്നുണ്ട്. അത് അവിടുത്തെ ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് എന്തായാലും ഇതിൻ്റെ ഒരു രൂപീകരണം എന്ന് പറയുന്നത് എല്ലാ നിലയ്ക്കും നമ്മൾ ഏത് മേഖല എടുത്താലും നമുക്കതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇത് രൂപീകരിച്ചാൽ മാത്രം പോരാ, നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആക്റ്റീവായിട്ടുള്ള ആളുകളെല്ലാം രംഗത്ത് വന്ന് ഭാരവാഹികളൊക്കെ ആയി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. ഇനിയിപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ പേര് ചേർക്കേണ്ട സമയമൊക്കെ ആയി. ഇതും ശരിക്ക് ഇപ്പോൾ കാലങ്ങളായിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാരാണ് ചെയ്തു വന്നത്. ആ രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും ചെയ്തില്ലെങ്കിലോ ഒരാളും മഴ അല്ലേ ഒരാളും ഏറ്റെടുക്കൽ മഴ വന്നെന്ന് അവിടെ നിന്ന് മുന്നറിയിപ്പ് എനിക്ക് തന്നിട്ടുണ്ട്, ഞാൻ കാണണ്ട കേട്ടോ. രാഷ്ട്രീയ പാർട്ടിക്കാരൊന്നും വരും, പക്ഷേ ഇനി അത് ഏറ്റെടുക്കണമെന്നൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതും ഈ പറയുന്നത് പോലെ റെസിഡൻസുകാരൊക്കെ ഇനി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ആ 50 വീടുകളിൽ ഉൾപ്പെടുന്ന ആളുകളെയൊക്കെ ഉൾക്കൊള്ളിച്ച് മുന്നോട്ട് പോകാം. എന്തായാലും നമ്മളുടെ ഈ പ്രയത്നങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനും അതിനുള്ള കഴിവും ശക്തിയും നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുവാനും സർവശക്തന്റെ എല്ലാവിധ പിന്തുണയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. റെസിഡൻസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട രൂപീകരണം അതിനെക്കുറിച്ച് മാത്രമേ ഞാനിവിടെ വിശദീകരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്ന ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു. റെസിഡൻസ് അസോസിയേഷന്റെ ഘടനയെക്കുറിച്ച് മാത്രം പറഞ്ഞാണ് അവസാനിക്കുന്നത്. നമ്മുടെ സംഘടനാ രീതി വെച്ചിട്ട് നമുക്ക് നിലവിൽ അഖിലേന്ത്യ തലത്തിൽ നമ്മുടെ ഒരു സംഘടനയുണ്ട്, കോർവ എന്നാണ് അറിയപ്പെടുന്നത്, കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ. സംസ്ഥാന തലത്തിലും അതിനെയാണ് നമ്മൾ അറിയുന്നത്, കോർവ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ജില്ലയിൽ എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ അപെക്സ് കൗൺസിൽ എന്നാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയത്. അതുകൊണ്ടാണ് എഡ്രാക്കിന് നമ്മൾ ആ എഡ്രാക്കിലാണ് എല്ലാ സംഘടന അപ്ലിക്കേഷൻ എറണാകുളം ജില്ലയിൽ നമ്മൾ 2003 സംഘടന.
നമ്മൾ ഇവിടെ വെച്ച് കൊച്ചി കോർപ്പറേഷനുമായി ഇപ്പൊ നമ്മള് നമ്മൾ കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പൽ ഏരിയയിൽ ഇങ്ങനെ നമ്മൾ സംഘടന രൂപീകരിച്ച് താമസിക്കുന്നത് പരസ്പരം യാതൊരു ബന്ധങ്ങളും ഇല്ലായിരുന്നു. ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന മറ്റേതെങ്കിലും പ്രദേശത്തോ അല്ലെങ്കിൽ നമ്മൾ തൊഴിൽ സംബന്ധമായ കാരണങ്ങൾക്കോ വേണ്ടിയാണ് നമ്മൾ വരുന്നത്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായി കോർപ്പറേഷൻ ഏരിയയിൽ 2003 റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ നമ്മുടെ ജില്ലയിൽ എല്ലാ താലൂക്കിലും, നമ്മുടെ ആലുവ താലൂക്ക് അടക്കമുള്ള എല്ലാ താലൂക്കിലും നമ്മുടെ റെസിഡൻസ് അസോസിയേഷന്റെ രൂപീകരണങ്ങൾ ഇപ്പൊ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വാർഡിൽ ഇപ്പൊ നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി പദവിയെ കുറിച്ച് സ്റ്റാറ്റ്യൂട്ടറി പദവി ഗവൺമെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് 50 വീടിന് മുകളിൽ വേണം. 50 വീടിന് മുകളിൽ എത്ര വീട് വരെ ആകാം, പക്ഷെ അത് അതിന്റെ പ്രവർത്തന സൗകര്യമായി ബന്ധപ്പെട്ട് നമ്മളെ 4 അതിര് തിരിക്കും. ആ 4 അതിരിനുള്ളിൽ മഴ പെയ്തല്ലേ ഇതിന്റെ അടിയിലേക്ക് കയറി പട്ടണ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് അതിവിടെ സൂചിപ്പിച്ച് പോകണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമുക്കൊരു വാർഡിൽ നമുക്ക് ഏകദേശം 400-450 വീടുകൾ ശരാശരി ഉണ്ട്. അപ്പോൾ 450 വീടുകളും ഒരുപക്ഷെ നമുക്കിപ്പോൾ നമ്മുടെ ഈ വാർഡിൽ എല്ലാവരും പരസ്പരം അറിയെങ്കിലും നമ്മുടെ ഇപ്പോഴത്തെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളെ ഒരുപക്ഷെ നമുക്കറിയില്ല. പ്രായമായവർ കുറേ പേർക്ക് പരസ്പരം അറിയാവുന്നല്ലാതെ അവരുടെ വീടുകളിൽ താമസിക്കുന്ന നമ്മുടെ കുട്ടികൾ അതുപോലെ തന്നെ അങ്ങനെയുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതടക്കം പരിഹരിക്കപ്പെടുന്ന ഒരു മാർഗം. അപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ച് ഒരു വാർഡിൽ 50-ന് മുകളിൽ വീടുകൾ വരുന്ന ഒരു പ്രദേശം രൂപീകരിച്ച് അതിൻ്റെ 4 അതിരുകൾ തിരിച്ചുകൊണ്ട് അവിടെ ഒരു റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിച്ചാൽ അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പദവി കൊടുക്കണം. സ്റ്റാറ്റ്യൂട്ടറി പദവി കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പദവി കൊടുത്തു തുടങ്ങിയിട്ടില്ല കേട്ടോ. അതിൻ്റെ നിയമനിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചു. നിയമസഭയിൽ അത് അവതരിപ്പിച്ചതിന് ശേഷമാണ് പഞ്ചായത്താണ് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പദവി കൊടുക്കുന്നത്. ഗവൺമെൻറ് കൊടുത്താലും പഞ്ചായത്താണ് അതിൻ്റെ അതോറിറ്റി, പഞ്ചായത്താണ്. അപ്പം അങ്ങനെ കൊടുക്കാൻ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ കുറേയധികം ഗുണങ്ങളുണ്ട്. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ശ്രീമൂലരം പഞ്ചായത്തിൽ എഡ്രാക്കിൻ്റെ മേഖലാ കമ്മിറ്റിയുടെ കീഴിൽ അതിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റും പറഞ്ഞത് 27 എണ്ണമായി അല്ലേ, 27ാമത്തെയാണ്. ആ 27 എണ്ണം ഇപ്പം നമുക്ക് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി പദവി അനുസരിച്ച് നമുക്ക് എഡ്രാക്കിൽ അഫിലിയേഷൻ നടത്തി അതിൻ്റെ നമ്മൾ ഓരോ വീടുകളും അതിൻ്റെ അഫിലിയേഷൻ ഫോമുണ്ട്. ആ അഫിലിയേഷൻ പൂരിപ്പിച്ച് കൊടുത്ത് നിങ്ങൾ ആ റെസിഡൻസ് അസോസിയേഷനിൽ അംഗത്വം എടുക്കണം. അതിൻ്റെ ബയലോ അനുസരിച്ചിട്ട് അംഗത്വം എടുത്താൽ പോരാ, നമുക്ക് അതിന് വോട്ടവകാശമുണ്ട്. നമുക്ക് ഓരോ വീട്ടുകാർക്കും വോട്ടവകാശമുണ്ട്. ഇപ്പം നമ്മളിവിടെ ഈ കമ്മിറ്റി രൂപീകരിച്ച് കഴിഞ്ഞാൽ ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ 4 അതിരുകൾ ഒരുപക്ഷെ ഇവിടെ പ്രഖ്യാപിക്കുമായിരിക്കും, എനിക്കറിയില്ല കൃത്യമായിട്ട് അവരെങ്ങനെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. 4 അതിരുകൾ, ആ 4 അതിരുകളിൽ വരുന്ന എത്ര വീടുകളുണ്ടോ അത്രയും വീടുകൾക്കും എഡ്രാക്കിൻ്റെ ഒരു അഫിലിയേഷൻ ഫോമുണ്ട്. ആ ഫോം കൊടുക്കും. ആ ഫോം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ ഓരോരുത്തരെ അംഗങ്ങളുടെ ഡീറ്റെയിൽസ് അതിനകത്ത് നമ്മൾ കളക്ട് ചെയ്ത് വിട്ട് വേണം നമ്മൾ ഈ റെസിഡൻസ് അസോസിയേഷനിൽ എത്ര വീടുകളുണ്ടോ അത്രയും വീടുകൾക്ക് അഫിലിയേഷൻ കൊടുക്കുന്നത്. അങ്ങനെ അഫിലിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വോട്ടവകാശമുണ്ട്. ഒരു വീടിന് ഒരാൾക്കാണ് വോട്ടവകാശമുള്ളത് കേട്ടോ. ഒരു വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളെയും നമ്മൾ അസോസിയേഷനിൽ അംഗങ്ങളാക്കി ചേർക്കും. പക്ഷേ അവിടെ നിയമാനുസൃതം അവിടുത്തെ രക്ഷകർത്താവ് ആരാണോ അവർക്കാർക്കും വോട്ടവകാശമുള്ളത്. അവരാണ് യഥാർത്ഥത്തിൽ ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ആ കുടുംബങ്ങളിലെ ഏറ്റവും ആരാണോ ചുമതലപ്പെടുത്തുന്നത് അവർക്ക് മാത്രമായിരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ എഡ്രാക്കിൻ്റെ ഭാരവാഹികൾ പറയാം. അതിന് നമ്മൾ ഓരോ വീടിനും നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് തീരുമാനിക്കുന്നുണ്ട്. അല്ല എഡ്രാക്കിൽ അഫിലിയേഷൻ ഫീസ് കൊടുക്കേണ്ടത്. എഡ്രാക്കിൽ അഫിലിയേഷൻ ഫീസ് നമ്മൾ ജില്ലയിൽ നമ്മുടെ ഒരു ഘടനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത് കഴിഞ്ഞാൽ പിന്നെ നേരിട്ട് ജില്ലയാണ്. ജില്ല, പഞ്ചായത്ത്, ഓരോ റെസിഡൻസ്, അങ്ങനെ 3 തട്ടുകളായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ആ 3 തട്ടുകളായിട്ട് നമ്മൾ തിരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം നേരത്തെ പറഞ്ഞ പോലെ ഓരോ റെസിഡൻസ് അസോസിയേഷനാണ്. അവിടെ എടുക്കുന്ന തീരുമാനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനൊരു ബയലോ അനുസരിച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് 2 വർഷമാണ് ഒരു ഭരണസമിതിയെ തീരുമാനിക്കാനുള്ള അവകാശം. 2 വർഷമേ ഉള്ളൂ. ആ 2 വർഷം ആ ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്ന ആരാ? മേളിൽ നിന്ന് ആരെങ്കിലും വന്ന് പറയുകയല്ല, നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതാണ് നേരത്തെ പറഞ്ഞത്. അവിടെ വേറെ ഒരു പരിഗണനയുമില്ല. നമ്മളൊരു കുടുംബമായി മാറാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരോ ജാതിയിൽ വിശ്വസിക്കുന്നവരോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരൊക്കെ ആയിരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ
നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിധിക്കുള്ളിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം മാറ്റിവെക്കണമെന്ന് റെസിഡൻസ് അസോസിയേഷനോ എഡ്രാക്കോ പറയുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിനകത്തൊന്നും. പക്ഷേ നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു കുടുംബമായി മാറിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളിൽ ഇടപെടാൻ, ആ കുടുംബ കൂട്ടായ്മയിൽ നമ്മൾ സജീവമായി ഇടപെടാനും നമ്മൾ രക്തബന്ധം പോലെ തന്നെ നമ്മൾ മാറ്റിത്തീരാനും കഴിയുന്ന നിലയിലായിരിക്കണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വരെയും. രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മേഖലാ ഭാരവാഹികൾ അതിൻ്റെ നിർദ്ദേശങ്ങൾ തരുമ്പോഴത്തേക്ക് നിങ്ങളത് അനുവർത്തി. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആരും അല്ല നിർദ്ദേശിക്കുന്നത്, നിങ്ങൾ തന്നെയാണ് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അതിനകത്ത് മറ്റ് പരിഗണനകളൊന്നും കടന്നു വരാൻ പാടില്ല, ഒരു പരിഗണനയും കൊടുക്കേണ്ടതില്ല. നന്നായി ഇത് കൊണ്ടു നടക്കാൻ കഴിയുന്നവർ അത് ഏറ്റെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ കുടുംബങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെയും പുതിയതായി രൂപീകരിക്കുന്ന റെസിഡൻസ് അസോസിയേഷൻ എഡ്രാക്കിൻ്റെ ജില്ലാ കമ്മിറ്റിയിലും മേഖലാ കമ്മിറ്റിയിലും അഫിലിയേഷൻ ചെയ്തിട്ടുള്ള സംഘടനയാണെന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ബയലോ അനുസരിച്ച് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഓരോ റെസിഡൻസ് അസോസിയേഷനും ചെയ്തു തീർക്കാനുണ്ട്. മഴയായതുകൊണ്ട് ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പിന്നീടൊരു സന്ദർഭത്തിൽ റെസിഡൻസ് അസോസിയേഷനും കുടുംബങ്ങളുടെ പ്രസക്തി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ഞാൻ അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇവിടെ ഈ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കുമ്പോൾ നമ്മുടെ മേഖലാ കമ്മിറ്റിയിൽ 27ാമത്തെ റെസിഡൻസ് അസോസിയേഷൻ ആണെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് ഏതൊരു റെസിഡൻസ് അസോസിയേഷനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ നിങ്ങൾ ഓരോരുത്തരും നമ്മളുടെ കുടുംബമാണെന്ന ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇടപെടാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന നിലയിൽ ഇവിടെ ലിംഗഭേദമൊന്നുമില്ല കേട്ടോ. സ്ത്രീ വേറെ അല്ലെങ്കിൽ പുരുഷൻ വേറെ ഒന്നുമില്ല. ഇവിടെ എല്ലാവർക്കും സമഭാവനയോടുകൂടി തന്നെയാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ സ്ത്രീകളെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഈ കമ്മിറ്റിക്കകത്ത് സ്ത്രീകളടക്കം വരേണ്ടതായിട്ടുണ്ട്. പലയിടത്തും സ്ത്രീകൾ ഇങ്ങനെ ഉൾവലിഞ്ഞു പോകും, അങ്ങനെ പോകേണ്ടതില്ല. നമുക്ക് നല്ല വനിതാ കമ്മിറ്റിയുണ്ട്. ആ വനിതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലൊക്കെ നല്ല നിലയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കടമകൾ പൂർത്തീകരിക്കാൻ സ്വയം നിങ്ങൾ ഓരോരുത്തരും തയ്യാറായി വരണം എന്ന് മാത്രം ചുരുക്കം വാക്കുകൾ പറഞ്ഞുകൊണ്ട് റെസിഡൻസ് അസോസിയേഷനും അതിൻ്റെ പ്രസക്തി എന്ന നിലയിൽ ഇത്രയാണ് ഞാൻ പറയുന്നത്. ബാക്കി പിന്നീടൊരു അവസരത്തിൽ പറയാം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എല്ലാ കുടുംബാംഗങ്ങൾക്കും റെസിഡൻസ് അസോസിയേഷൻ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നന്ദി, നമസ്കാരം. ശ്രീമൂലരം മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഉബൈദുള്ള അവർ, ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടകനായിരുന്ന ശ്രീ ഷംസുദ്ദീൻ അവർ, ഇത്രയും ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീമതി ജാരിയ കബീർ, വാർഡ് മെമ്പറും നമ്മുടെ എഡ്രാക്കിൻ്റെ വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി ജാരിയ കബീർ, ഇത്രയും ബഹുമാനപ്പെട്ട എഡ്രാക്ക് ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ശ്രീ മനോഹരൻ അവർ, ഇത്രയും ബഹുമാനപ്പെട്ട എഡ്രാക്ക് ശ്രീമൂലരം മേഖലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ശ്രീ സതീശൻ അവർ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ലക്ഷ്മിക്കുട്ടി അവർ, മറ്റ് എഡ്രാക്ക് പ്രവർത്തകരെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, വൈകിയ വേളയിൽ എൻ്റെ കടമയിലേക്ക് കിടക്കട്ടെ. എഡ്രാക്ക് നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ശ്രീമൂലരം പഞ്ചായത്തിലെ എവിടെയെല്ലാമാണോ റെസിഡൻസ് അസോസിയേഷൻ രൂപീകരിക്കാനുള്ളത് അവിടെയെല്ലാം രൂപീകരിക്കുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും എത്തിയിട്ടുള്ളത്. ഇവിടെ ഈ രൂപീകരണം നടക്കുന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഇത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ വാർഡ് മെമ്പറും എഡ്രാക്ക് ശ്രീമൂലരം മേഖല വൈസ് പ്രസിഡന്റായിട്ടുള്ള ശ്രീമതി ജാരിയ കബീറിനാണ്. കാരണം ജാരിയ ആണ് പറഞ്ഞത് ഇവിടെ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ട്, അപ്പോൾ അതിന് മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണ് ഇവിടെ വന്നത്. വന്നപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയ സപ്പോർട്ട് ഭയങ്കര ഒരു സന്തോഷം നിറഞ്ഞാണ്. കാരണം വീടുകളിൽ ഇറങ്ങാൻ തന്നെ ഒരു 4-5 പേര്, അത് ഉപേദ പേരെന്ന് പറഞ്ഞിട്ട് എനിക്ക് എല്ലാവരും പേര് സത്യം പറഞ്ഞാൽ അറിയില്ല, അത്രയും പേര് രാവിലെ ഫുൾ സിംഗിൾ രംഗത്തുണ്ടായിരുന്നു. വീടുകളിൽ ചെന്നപ്പോൾ കിട്ടിയ സ്വീകരണം, റെസിഡൻസ് അസോസിയേഷൻ രൂപീകരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് കയറി നോക്കില്ല, മഴ എനിക്ക് കയറി നോക്കി. റെസിഡൻസ് രൂപീകരണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുകൾ നല്ലൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഇരു കൈകൾ നീട്ടി സ്വീകരിച്ചു. അപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ ഒരു നല്ല രീതിയിൽ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ഈ 4 അസോസിയേഷൻ ഓൾറെഡി ഈ എഡ്രാക്ക് ശ്രീമൂലരം മേഖലാ കമ്മിറ്റി 2 മാസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 5ാമത്തെ അസോസിയേഷനാണ്. 5ാമത്തെ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ 4 ഉണ്ടാക്കിയത്, 1ാമത്തത് പട്ടർകുന്നിലായിരുന്നു, 2ാമത്തത് കടത്തടവ്, 3ാമത്തെ നെടുവന്നൂർ റോഡ്, 4ാമത് തെറ്റാലി. ഈ 4 അസോസിയേഷനുകളും രൂപീകരിക്കുക മാത്രമല്ല നമ്മൾ ചെയ്തത്, ആ അസോസിയേഷനുകളുടെ കമ്മിറ്റി കൂടുന്നിടത്ത് ചെല്ലുകയും അവിടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ എല്ലാ രീതിയിലുള്ള നമ്മുടേതായുള്ള പാർട്ടിസിപ്പേഷൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രൂപീകരിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ തീർച്ചയായിട്ടും എഡ്രാക്കിൻ്റെ എല്ലാവിധ സഹായ സഹകരണം ഉണ്ടാവും. മഴ ശക്തമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ സംസാരിക്കുന്നത്.
ഇവിടേക്ക് ഇരുത്തിയാൽ നല്ലതായിരിക്കും അല്ലേ? നിങ്ങൾ ഇവിടേക്ക് ഇരിക്കാൻ നല്ലതായിരിക്കും ഇല്ലല്ലേ? കുഴപ്പമില്ല. അപ്പോ കേൾക്കണ്ടല്ലോ അല്ലേ? ഓക്കെ വരയ്ക്കാം. മൈക്ക് എടുക്കണ്ടെന്ന് കുറച്ചേരം അടുത്ത് പറഞ്ഞു, അത് മൈക്ക് എടുത്തതാക്കി. അപ്പൊ രൂപീകരണത്തിന് ശേഷം ഉണ്ടാവുന്ന കാര്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മുമ്പ് സംസാരിച്ചതുപോലെ നമ്മളെ എഡ്രാക്കിന്റെ രജിസ്ട്രേഷൻ ആയി തന്നെ എടുക്കുന്നു. എഡ്രാക്കിന്റെ രജിസ്ട്രേഷന്റെ ഫോം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ എഡ്രാക്കിൽ രജിസ്റ്റേഡ് ആയി കഴിയുന്നു. അതിനുശേഷം നമ്മൾ വീടുകളിൽ അംഗത്വ ഫോമായിട്ട് നമ്മൾ ചെല്ലുന്നു, അംഗത്വം എടുക്കുന്നു. അംഗത്വ ഫീസ് എന്ന് പറയുന്നത് 100 രൂപ, വാർഷിക വരിസംഖ്യ 300 രൂപയാണ്. അത് വർഷത്തിലൊരിക്കലും മേടിക്കുന്നത് 2-3 തവണയായിട്ട് നമ്മൾ മേടിക്കുന്നു. അതിനുശേഷം നമ്മൾ വീടുകളിൽ അംഗത്വം പൂർത്തീകരിച്ചതിന് ശേഷം പിന്നെ ഓരോ പ്രൊജക്ടുകൾ, ഓരോ പ്രോഗ്രാമുകൾ. അപ്പോൾ എല്ലാ അസോസിയേഷനും ഇപ്പോൾ മെഡിക്കൽ ക്യാമ്പുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എഡ്രാക്കിന്റെ നേതൃത്വത്തിൽ അസോസിയേഷനായിട്ട് ടൈപ്പ് ചെയ്തിട്ട് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണിക്ക് തുടങ്ങി 8:30 തീരുന്നതിനുള്ള മെഡിക്കൽ ക്യാമ്പ്. അതിൽ 100-110 പേര് ആവറേജ് പങ്കെടുക്കാനുള്ള മെഡിക്കൽ ക്യാമ്പുകൾ. ഇവിടെ ജാരിയുടെ അസോസിയേഷനിൽ അടക്കം വൻ വിജയമായിരുന്നു. ഫസ്റ്റ് പ്രൊജക്റ്റ് ഒരു മെഡിക്കൽ ക്യാമ്പ്. പിന്നെ കുടുംബ സംഗമം. ഇപ്പോൾ ഒരുമ അസോസിയേഷനിൽ ഒരു കുടുംബ സംഘം വെച്ചു. 250ഓളം പേരാണ് പങ്കെടുത്തത്. അവിടെ അസോസിയേഷനിൽ 110 മെമ്പർഷിപ്പ് ഉള്ളൂ, 250 പേരാണ് പങ്കെടുത്തത്. ആ കുടുംബ സംഗമത്തിൽ ഒരു വനിതാ കമ്മിറ്റി തിരഞ്ഞെടുത്തു. വനിതാ കമ്മിറ്റി ഒരു യൂത്ത് കമ്മിറ്റി കൂടിയാണ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. അപ്പോൾ യൂത്ത് കമ്മിറ്റിയുടെ വനിതാ കമ്മിറ്റിയുടെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഓരോ അസോസിയേഷനിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് യൂത്തിനെ കൂടുതൽ രംഗത്ത് കൊണ്ടുവരിക. ചെറുപ്പക്കാരെ, ആൺകുട്ടികളെ, പെൺകുട്ടികളെ രംഗത്തേക്ക് കൊണ്ടുവരാം. അവരുടെ നേതൃത്വത്തിൽ ഓരോ പ്രൊജക്ടുകൾ ചെയ്യാം. ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ ഒരു യുവാക്കളുടെ കമ്മിറ്റി ഉണ്ടാക്കുക എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. അതിന് ഈ തെരഞ്ഞെടുക്കപ്പെടുന്ന കമ്മിറ്റി തയ്യാറിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ബോധവൽക്കരണ ക്ലാസുകൾ, പ്രൊജക്ടുകളെല്ലാം ചെയ്യാൻ പറ്റും. അതിന് ട്രെയിനേഴ്സിന്റെ ടീം നമുക്കുണ്ട്. ഇവിടെ നമ്മുടെ അൻസാർക്ക് അടക്കം ട്രെയിനറാണ്, അദ്ദേഹത്തിന് അടക്കം നമ്മൾ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കൗൺസിലേഴ്സിന്റെ ടീമുണ്ട്. ആ ടീമിന്റെ നേതൃത്വത്തിൽ എല്ലാ അസോസിയേഷനിലും കുടുംബ സംഗമത്തിൽ നമ്മൾ ചെന്ന് ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുക. ഒരുപാട് വിഷയങ്ങളുണ്ട്. സൈബർ, ഇപ്പൊ എല്ലാ പഞ്ചായത്തിലും ഒരുപാടുപെട്ട ആളുകൾ സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തട്ടിപ്പുകൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, ഫോൺ വഴി വരുന്ന തട്ടിപ്പുകൾ, എന്താണ് കൊറിയർ വന്നു, അല്ലെങ്കിൽ നമ്മുടെ നമ്പർ കട്ടാവാൻ പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഓരോ പേര് പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാൻ പാടാത്തവരുടെ പലരും അതിന് ഇരയാവുന്നുണ്ട്. വലിയ വിദ്യാഭ്യാസം നേടിയവരും ഇരയാവുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസുകൾ യുവതിയുവാക്കൾക്കുള്ള നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതലുള്ള വിഷയമാണ് ആത്മഹത്യ. ഒരുപാട് പേര് ആത്മഹത്യ ഇരയാവുന്നുണ്ട്, ചെറുപ്പക്കാർ തന്നെ അല്ലെ. ഓരോ ആത്മഹത്യയും ഭയങ്കര ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അതിനുവേണ്ടിയുള്ള നടപടികൾ എടുക്കുന്നില്ല. ബോധവൽക്കരണ ക്ലാസുകൾ തന്നെയാണ് അതിന് മാർഗം എന്ന് പറയുന്നത്. അപ്പൊ യുവതിയുവാക്കൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക, അതിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്താനുള്ള ശ്രമം ഇടയ്ക്കിടയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കുക. ഒരു കൗൺസിലിംഗ് ടീം ഉണ്ട്, നമുക്ക് ഒരു 52ഓളം വരുന്ന കൗൺസിലിംഗ് ടീം ഉണ്ട്. അവരതിൽ തികച്ചും സൗജന്യമായിട്ട് കൗൺസിലിംഗ് പ്രോഗ്രാം നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് അങ്ങനെ അനവധി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പ്രസിഡന്റ് ഉപരിതലത്ത് ഒരുമാതിരിപ്പെട്ട പല സ്ഥലത്തും CCTV ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുവഴി വേസ്റ്റ് ഇടാൻ പറ്റാത്ത അവസ്ഥ വരുന്നുണ്ട്, ഡ്രഗ്സ് യൂസേജ് പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ട്, യാതൊരുവിധ അസന്മാർഗ പ്രവർത്തനം ഇല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ റെസിഡൻസ് അസോസിയേഷനുകൾ സാധിക്കുന്നത്. ഞാൻ മഴ വരുന്നോട് അധികം നീട്ടുന്നില്ല. എന്റെ കടമയിലേക്ക് കടക്കട്ടെ. എന്റെ കടമ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് 1 ബൈലോ അവതരണം, 2 കമ്മിറ്റി തെരഞ്ഞെടുപ്പ്. ബൈലോ അവതരണത്തിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ സംഘടന എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ബൈലോ ആണ്. നമുക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കാൻ പറ്റില്ല, ബൈലോയിലുള്ള പോലെ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എഡ്രാക്സ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്, എഡ്രാക്സ് ശ്രീമൂലം മേഖലാ കമ്മിറ്റി ചെയ്യുന്നത് ഇതിനോട് ബൈലോ അവതരിപ്പിക്കുന്നു, കമ്മിറ്റി തിരഞ്ഞെടുക്കുന്നു. 2 വർഷത്തേക്കാണ്, എനിക്ക് മുമ്പ് സംസാരിച്ചവർ പറഞ്ഞ പോലെ 2 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ 2 വർഷവും ബൈലോ പ്രകാരമുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് എഡ്രാക്ക് ഉറപ്പുവരുന്നു. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എന്നുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ ആ എഡ്രാക്കിന്റെ ആ ബൈലോയിൽ നിന്നുള്ള പ്രവർത്തനം നടക്കുന്ന ഉറപ്പുവരുന്നു. എഡ്രാക്ക് ഇടപെടുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വർഷത്തിലൊരിക്കലും പൊതുയോഗം നടത്താൻ നമ്മൾ ആവശ്യപ്പെടാറുണ്ട്. വർഷത്തിലേക്ക് പൊതുയോഗം നടത്തുക, കണക്ക് അവതരിപ്പിച്ചു പോവുക. 2 വർഷം കൂടുമ്പോൾ നിർബന്ധമായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തുക, പൊതുയോഗം വഴിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുക, കണക്ക് അവതരിപ്പിക്കുക. ഇത് കൃത്യമായിട്ട് നടന്നു പോകുന്നത് എഡ്രാക്ക് ഉറപ്പുവരുന്നു. ഇത്രയാണ് എഡ്രാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. ബാക്കി പിന്നെ ഓരോ പദ്ധതികൾ അവതരിപ്പിക്കാനും വിജയിപ്പിക്കാനും എഡ്രാക്ക് കൂടെ നിൽക്കും. ഇത്രയാണ് എഡ്രാക്കിന്റെ പ്രവർത്തനം. ബൈലോയിലേക്ക് അടക്കാം. ബൈലോ വളരെ ചുരുങ്ങിയ സമയം അവസാനിപ്പിക്കാം. സന്തോഷ വാർത്ത വെച്ചാൽ അവസാനിച്ചു. അപ്പൊ ഇതാണ് വ്യവസ്ഥ. ഇത് പറഞ്ഞെന്തിനാണെന്നറിയോ? ഇതിവിടെ പൊതുയോഗത്തിൽ അംഗീകരിപ്പിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ വീട്ടിലൊരു നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. ഈ നോട്ടീസ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, രൂപീകരണ പൊതുയോഗമാണ്, ബൈലോ അവതരിപ്പിക്കും, കമ്മിറ്റി തെരഞ്ഞെടുക്കും. ഇത് പിന്നീട് ആരെങ്കിലും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എഡ്രാക്കിനോട് ഉത്തരവാദിത്തം വരും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് നോട്ടീസിൽ വെച്ച് ഇവിടെ രൂപീകരണ പൊതുയോഗം നടക്കുന്നുണ്ട്, അതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കും, ബൈലോ തന്നെ. ബൈലോ കഴിഞ്ഞു. ഇത് തെരഞ്ഞെടുക്കുന്നത് നിങ്ങളാണ് തെരഞ്ഞെടുക്കുന്നത്. 4 അസോസിയേഷൻ തെരഞ്ഞെടുത്തതിൽ ഞങ്ങൾ ഒരു സ്ഥലത്തും എഡ്രാക്ക് ശ്രീമൂലം മേഖലാ കമ്മിറ്റി പറഞ്ഞിട്ടുള്ള ഇന്നാളെ സെക്രട്ടറി ആണ്, ഇന്നാളെ പ്രസിഡന്റ് ആണെന്ന്. നിങ്ങൾ പട്ടർകുന്നിൽ പോയി നോക്കുക, കടത്തവിൽ പോയി നോക്കുക, നെടുവിൽ പോയി നോക്കുക, തെറ്റലി, അവിടെ എല്ലാം അവിടുത്തെ ജനങ്ങളെ തെരഞ്ഞെടുത്തത്. ആ കമ്മിറ്റികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവിടെ എല്ലാ മതസ്ഥരുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരുണ്ട്. അവിടെ എല്ലാ കമ്മിറ്റികളും നമ്മൾ പങ്കെടുക്കാറുണ്ട്, ഓരോ പ്രൊജക്റ്റുകൾ നമ്മൾ അവതരിപ്പിക്കും. അപ്പോൾ ഇവിടെയും അത്തരത്തിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഒരു കമ്മിറ്റി തിരഞ്ഞെടുക്കുക. അത് മനോഹരഞ്ഞേട്ടൻ പറഞ്ഞ പോലെ വനിതകൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക, വനിതകൾക്കും ആ കമ്മിറ്റിയിൽ നല്ലൊരു പ്രാധാന്യം കൊടുക്കുക. എന്തായാലും ഈ പറഞ്ഞ വരി നല്ല രീതിയിൽ കമ്മിറ്റിക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ മുൻകൂറായിട്ട് ആശംസ നൽപ്പിച്ചുകൊണ്ട് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും ആദ്യം തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറയാനുള്ളത്, ഒരുപാട് നല്ല പ്രൊജക്റ്റുകൾ ചെയ്യാൻ സാധിക്കും. എഡ്രാക്സ് ശ്രീമൂലം മേഖലാ കമ്മിറ്റി എല്ലാ പ്രൊജക്റ്റുകളും വന്ന് പറഞ്ഞു തരും. പിന്നെ നിങ്ങളുടെ പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കാം, വെക്കാൻ പറ്റും. നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങളൊരാളുടെ പേര് പറയുമ്പോൾ നിങ്ങൾ ആ പേരിന് അർഹനാണ്, അല്ലെങ്കിൽ സ്ഥലത്തിന് അർഹനാണെന്ന് തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാവും, ഈ ജനങ്ങളുണ്ടാവും. അപ്പോൾ ഓരോ പ്രൊജക്റ്റുകൾ വിജയിപ്പിക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു കമ്മിറ്റി തെരഞ്ഞെടുപ്പാൻ സാധിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് ആദ്യം തെരഞ്ഞെടുപ്പ് വേണ്ടത്. പ്രസിഡന്റായിട്ട് ആരെങ്കിലും ഒരാളുടെ പേര് നിർദ്ദേശിക്കുക.
ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ ട്രാക്കിൻ്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, എന്തായാലും വളരെ സന്തോഷപൂർവമായ ഒരു കമ്മിറ്റി തിരഞ്ഞെടുപ്പാണ് നടന്നത്. എനിക്കതിന് വലിയ സന്തോഷമില്ലെങ്കിലും എന്നാൽ പോലും ഒരു റെസിഡൻസ് അസോസിയേഷൻ നമ്മുടെ ഏരിയയിൽ ഉണ്ടാകുക എന്നുള്ളത് എന്തുകൊണ്ടും നല്ലതാണ്. കുറേ കാലങ്ങളായിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ തിരക്ക് മൂലം നമ്മളത് മാറ്റി വച്ചിരുന്നത്. ഇപ്പോൾ ഇവർ നിർബന്ധപൂർവ്വം അത് രൂപീകരിച്ച് റെസിഡൻസ് അസോസിയേഷൻ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞ് ഈ ഏരിയയുടെ പ്രത്യേകത നമ്മളെല്ലാവരും ഒരു കുടുംബം പോലെ കഴിയുന്ന വീടുകളാണ്. അതുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ നയിച്ചു കൊണ്ടുപോകുക എന്നുള്ളതും ഒരു കൂട്ടായ്മ വളരെ എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ബാക്കി നീണ്ടു പരന്നെടുക്കുന്ന ഏരിയ അല്ല. നമ്മളെല്ലാവരും തമ്മിൽ അറിയുന്ന എന്ത് കേസുണ്ടെങ്കിലും തമ്മിൽ സംസാരിക്കുന്ന ആളുകൾ മാത്രമായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷനാണ്. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഇത്രയും ഒരു ഏരിയയിൽ ചെറിയ ഒരു കൂട്ടായ്മയായിട്ട് കിട്ടുന്നത്. അതെന്തായാലും പ്രവർത്തനത്തിന് മുതൽക്കൂട്ടായിരിക്കും. നമുക്ക് ഒത്തൊരുമയോടുകൂടി ഒരു കുടുംബമായിട്ട് എല്ലാവർക്കും നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാം. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കമ്മിറ്റി കൂടി അതിൻ്റെ നിർദ്ദേശങ്ങളും ബാക്കി ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറയുന്നു. നന്ദിയാണ്. ഇവിടെ കൂടിയിട്ടുള്ള ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് ഇവിടെ വന്നിട്ടുള്ള വാർഡ് മെമ്പർ, അതേമാതിരി എഡ്രാക്കിൻ്റെ ജില്ലാ മേഖലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഉൾപ്പെടെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സഹകുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഉൾപ്പെടെ ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം.